ത്വലാഖ് എങ്ങനെ ചൊല്ലിയാലും ദേഷ്യം പിടിച്ച് ചൊല്ലിയാൽ യാതൊരു സംശയവും വേണ്ടതില്ല. എനിക്ക് ഓർമ്മ വരുന്നത് ഈ മാസത്തിൽ മരിച്ച മഹാനായ തിരുരങ്ങാടി ബാപ്പു ഉസ്താദ് അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരോടൊരാൾ വന്നിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ ഭാര്യനെ വല്ലാതെ ദേഷ്യം വന്നപ്പോൾ അറിയാതെ ത്വലാഖങ്ങ് ചൊല്ലിപ്പോയി, തലാക്ക് പോകുമോ എന്ന് ചോദിച്ചു. തിരുരങ്ങാടി ബാപ്പു ഉസ്താദ് ചോദിച്ചു, നല്ലോണം ദേഷ്യം പിടിച്ചിന് ചോദിച്ചു. നല്ലോണം ദേഷ്യം പിടിച്ചിനി അറിയും, നല്ലോണം ദേഷ്യം പിടിച്ച് എന്നാ ത്വലാക്ക് നല്ലോണം പോയിട്ടുണ്ട് കേട്ടോ മോനെ എന്നാണ് പറഞ്ഞു കൊടുത്തത്. നല്ലോണം ദേഷ്യം ഉണ്ടെങ്കിൽ ത്വലാക്ക് നല്ലോണം പോകുക എന്നല്ലാതെ അതുപോലെ കള്ളു കുടിച്ച് പറഞ്ഞാൽ ത്വലാക്ക് പോകുമോ ഇല്ലേ എന്നതിലൊന്നും യാതൊരു സംശയമില്ല. അങ്ങനെ പോകാൻ പറ്റുമോ? ഇപ്പോൾ ത്വലാക്ക് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യം, അതൊക്കെ അങ്ങനെ പോകാൻ പാടും. ദേഷ്യം പിടിച്ച് കത്തിയെടുത്ത് ഒരാളങ്ങ് കുത്തിയാൽ, നിന്നത്തങ്ങ് കുത്തിയ അയാൾ മരിക്കാൻ പോയിട്ട്, ഞാൻ ദേഷ്യം പിടിച്ച് കുത്തിയതാണ്, ഞാൻ മരിക്കാൻ വേണ്ടി കുത്തിയതല്ല, ഞാൻ മരിക്കണം ഒരിക്കലും വിചാരിച്ചിട്ടും കൂടിയില്ല, എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, ഞാൻ ഹാർട്ടിന് കുത്തിയതല്ല, ഞാൻ വെറുതെ കൈകൊണ്ട് കാട്ടിയതാ എന്നൊക്കെ പറഞ്ഞാൽ എന്താ മറുപടി? അതുപോലെ കള്ളു കുടിച്ചിട്ട് ഞാൻ മരിക്കാൻ വേണ്ടിയൊന്നും ചെയ്തതല്ല, ബുദ്ധിയില്ലാതെ ഞാൻ കത്തിയെടുത്ത് കുത്തിയതാണെന്ന് പറഞ്ഞാൽ, അഥവാ ജീവന് നൽകുന്ന പ്രാധാന്യം എന്താണോ അതേ പ്രാധാന്യമാണ് ഇസ്ലാം കുടുംബജീവിതത്തിന് നൽകുന്നത്. ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒന്നാമതായി മനുഷ്യൻ്റെ ജീവൻ, രണ്ടാമതായി മനുഷ്യൻ്റെ ബുദ്ധി, മൂന്നാമതായി മനുഷ്യൻ്റെ കുടുംബം. ഈ മൂന്നും തൊട്ട് കളിക്കാനുള്ളതല്ല, ഇത് കാട്ടിക്കൂട്ടാനുള്ളതല്ല. അത് വളരെ ശരിക്ക് ശ്രദ്ധിച്ച് ജീവൻ ഒരു കാരണവശാലും അപകടത്തിൽപ്പെട്ടുകൂടാ. ആരെങ്കിലും അപകടത്തിൽപ്പെടുത്തിയാൽ വെറുതെ അവനെ ഇസ്ലാം വിടുകയുമില്ല. എന്ന പോലെ തന്നെ കുടുംബജീവിതം. ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ഭാര്യ അന്യ പെണ്ണായിരുന്നു. എനിക്ക് കാണാനും കേൾക്കാനും പറ്റാത്ത പെണ്ണ് എനിക്ക് ഹലാലായത് ഒരേ ഒരു പദം കൊണ്ടാണ്, സവ്വസ്തുക ഖബിൽതു എന്ന പദം കൊണ്ടാണ്. അതുപോലെ മറ്റൊരു പദം പറഞ്ഞു പോയാൽ ആ ഭാര്യ എനിക്ക് നിഷിദ്ധമാകുമെന്ന് ഓർക്കുന്നത് വൈവാഹിക ജീവിതത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഇന്ന് നടക്കുന്ന പല സംഭവങ്ങളും വളരെ വളരെ വേദനാജനകമാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ ഒക്കെയും കുടുംബജീവിതത്തിൽ അള്ളാഹു തആല സ്വാലിഹ സന്താനങ്ങൾ, വിശിഷ്യ പരിശുദ്ധമായ ശവ്വാൽ മാസമെന്ന് പറഞ്ഞാൽ ദറസുകളും മദ്രസകളും തുറക്കുന്ന സമയമാണ്. പരമാവധി എല്ലാ സ്ഥലങ്ങളിലും മദ്രസകൾ സ്ഥാപിക്കുന്നതിന് എല്ലാവരും ശ്രമിക്കുക. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസ് കുട്ടികൾക്ക് വളരെ ലളിതമായി, ശാസ്ത്രീയമായി, സമഗ്രമായി പഠിക്കാൻ പര്യാപ്തമായ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസിൽ മദ്രസ സ്ഥാപിക്കുന്നവർക്ക് കേരള മുസ്ലിം ജമാഅത്ത് താൽക്കാലിക ഷെഡ് ഉണ്ടാക്കുന്നവർക്ക് 25,000 രൂപ നൽകുന്നു. പെർമനന്റ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർക്ക് 1,00,000 രൂപ നൽകുന്നു. നമ്മുടെ കുട്ടികൾ മതവിദ്യയുള്ളവരായി വളരണം, ഉയരണം എന്ന ഒരു നിർബന്ധം കൊണ്ടാണ് ഇതുപോലത്തെയും സാമ്പത്തികമായ ഒക്കെയും പ്രയാസപ്പെടുന്ന സമയത്തും സഹായിക്കുന്നത്. അർഹമുർ റഹീമായ അല്ലാഹ്, നമ്മുടെ എല്ലാ സംരംഭങ്ങളും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഏതേതു മനുഷ്യനും എന്തെല്ലാം ഗുണങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ജീവൻ സംരക്ഷിക്കാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, മൻ അഹ്യാ നഫ്സൻ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. ഞാൻ ഈ ആയത്തിൻ്റെ അർത്ഥം ഇന്നലെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നലെ മിനിയാന്ന് തിരുവനന്തപുരത്ത് ഇൻ്റർഫെയ്റ്റ് സൗത്ത് ഏഷ്യൻ സമ്മേളനമായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഒരു ചാനലിൽ ആത്മീയ യാത്ര കണ്ടു. ഞാനത് കേട്ടു, ഞാനത് ശ്രദ്ധിച്ചു. അപ്പോൾ അത് അവതരിപ്പിക്കുന്നത് അവയദാനത്തിൻ്റെ പുണ്യം പറയുകയാണ്. പറയുന്നത് എന്താണ്? അത് ജീവൻ ദാനമാണ്. അതിന് തെളിവെന്താണ്? കൊലപാതകി സ്വർഗരാജ്യത്തിന് അവകാശിയല്ല എന്ന് ബൈബിളിലുണ്ട്. അപ്പം അതിൻ്റെ ധ്വനി എന്താണ്? ജീവൻ സംരക്ഷിച്ചവൻ
സ്വർഗാവകാശിയാവും. മാഷാ അല്ലാഹ്. ഈ ബൈബിൾ എന്ന് പറയുന്ന അവരുടെ ദൈവിക ഗ്രന്ഥമെന്ന് അവകാശപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൽ ഒരിടത്ത് പോലും ജീവൻ്റെ പ്രാധാന്യം പറഞ്ഞില്ല എന്നല്ലേ അതിന് മനസ്സിലാകുന്നത്? ഞാൻ അത്ഭുതത്തോടെ സമർത്ഥിക്കുകയാണ്, കൊലപാതകി സ്വർഗരാജ്യത്തിന് അവകാശിയല്ല എന്നു പറഞ്ഞാൽ അതിൻ്റെ ധ്വനി ജീവൻ സംരക്ഷിച്ചവൻ സ്വർഗാവകാശിയാവും. ഇവിടെയാണ് ഖുർആന്റെ പ്രഖ്യാപനം. മൻ അഹ്യാ നഫ്സൻ ഫകഅന്നമാ അഹ്യന്നാസ ജമീആ. ഏതെങ്കിലും ഒരു ജീവൻ സംരക്ഷിച്ചാൽ അവൻ സ്വർഗാവകാശിയാണെന്നല്ല പറഞ്ഞത്. അവനിക്ക് 1000 പ്രതിഫലമുണ്ടെന്നല്ല പറഞ്ഞത്, 10,000 പ്രതിഫലമുണ്ടെന്നല്ല പറഞ്ഞത്, 1,00,000 പ്രതിഫലമുണ്ടെന്നല്ല പറഞ്ഞത്. ഫകഅന്നമാ അഹ്യന്നാസ ജമീആ. ലോക മാനവികതയെ സംരക്ഷിച്ച പുണ്യം നൽകും. എന്താണ് ആ മഹത്വം? ഫകഅന്നമാ അഹ്യന്നാസ ജമീആ. ലോകത്തുള്ള 750 കോടി ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, കഴിഞ്ഞുപോയ അനന്തകോടികൾ, വരാനിരിക്കുന്ന കോടാനുകോടി ജനങ്ങൾ, ആ ജീവൻ മുഴുവനും സംരക്ഷിച്ചാൽ ഉള്ള പുണ്യം എത്രയാണോ അതൊരു ജീവൻ സംരക്ഷിച്ചാൽ നൽകും എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരു ജീവൻ സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് സംരക്ഷിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭമാണ് മഅദിൻ സ്വലാത്ത് നഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈസന്യത്തിൻ്റെ ഭാഗമായി 1 വർഷത്തിലേറെയായി അൽഹംദുലില്ലാഹ് ഈ പരിസരങ്ങളിലുള്ള ഇവിടത്തേക്ക് ബന്ധപ്പെടുന്ന മുഴുവൻ കുടുംബങ്ങളിലേക്കും വളരെ അത്യാഹിത അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന മുഴുവൻ രോഗികളിലേക്കും വേണ്ടുന്ന മുഴുവൻ ശുശ്രൂഷയും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ ക്യാൻസർ രോഗികൾ അവർക്ക് വേണ്ടുന്ന മുഴുവൻ ചികിത്സകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രിയപ്പെട്ട ഡോക്ടർ നിസാർ സാഹിബ്, അൽഹംദുലില്ലാഹ് ഡോക്ടർ നിസാർ സാഹിബ് സദാസമയത്തും നമ്മോടൊപ്പം 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ നിൽക്കുന്ന ഡോക്ടർ നിസാർ സാഹിബ് ആ രോഗികളുടെ വീട്ടിൽ ചെന്ന് അറക്കപ്പെടുന്ന, വെറുക്കപ്പെടുന്ന, കാല് പഴുത്ത് തൊടാൻ പറ്റാത്ത രോഗികൾ, അവരെ ആശ്വസിപ്പിച്ച് മുറികെട്ടി ശരിയാക്കി അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 100ഓളം രോഗികൾക്ക് വേണ്ട മുഴുവൻ സഹായ സഹകരണവും ചെല്ലുന്നത്. ഒരു മാസത്തിൽ ഏകദേശം 3 ലക്ഷത്തോളം രൂപ മഅദിൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ ഫീൽഡിൽ മഅദിൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എല്ലാ ചൊവ്വാഴ്ചകളും ആ വീടുകളിലേക്ക്, അതിൽ പരമദരിദ്രരായ കുടുംബങ്ങളിലേക്ക് പച്ചക്കറിയും അതുപോലെ തന്നെ അരികളും സൗജന്യ റേഷനും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മുനീർ വളരെ കൂടുതൽ, വളരെ ആത്മാർത്ഥമായി ഏത് ആംബുലൻസ് ഡ്രൈവർ മുനീർ ഏത് രാത്രി പാതിരാ സമയത്ത് 2 മണിക്ക് 3 മണിക്ക് വിളിച്ചാലും ആ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ, അതിലേക്ക് പ്രധാനമായും 2 പേര്, ഒന്ന് റഷീദ് ഹാജി എല്ലാ മാസവും 25,000 രൂപ നൽകുന്നു. റഷീദ് ഹാജിക്ക് എല്ലാ ഖൈറും ബർക്കത്തും നീ നൽകണേ അല്ലാഹ്. അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ, ഇതിൻ്റെ ആജീവനാന്ത സെക്രട്ടറി സർവസ്വമായ മാനുപ്പ ഹാജിയുടെ മകൻ നിസാർ എല്ലാ മാസവും 25,000 രൂപ നൽകുന്നു. കഴിഞ്ഞ ആഴ്ച തൊട്ട് നിസാർ എല്ലാ മാസവും 25,000 രൂപ നൽകാമെന്ന് പറഞ്ഞത്. ഇനിയും ഭീമമായ സംഖ്യ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിലെ ഉസ്താദുമാർ പലയിടങ്ങളിൽ നിന്നായി അതാ ആയിരിക്കുന്ന വാട്ടർ ബെഡുകളും, രോഗികൾക്ക് വേണ്ട മറ്റ് ചെയറുകൾ, അവർക്ക് വേണ്ട മറ്റ് ഉപകരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചത്. അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലങ്ങൾ നീ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി അത് വിപുലീകരിക്കാൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു രോഗിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആശ്വാസം നൽകാൻ. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവൻ എന്നല്ല, ഏതൊരു ജീവിയുടെയും
ശരിക്ക് ഞാൻ 27-ാം രാവിന് പറഞ്ഞ പോലെ നായയുടെ ജീവനാണെങ്കിൽ പോലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ജീവൻ സംരക്ഷിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. 3 നായ, കടിക്കുന്ന നായ അല്ലാത്ത എൻ്റെയും വീടുകളിൽ നായാട്ടിന് വേണ്ടി അല്ലെങ്കിൽ വീട് സംരക്ഷണത്തിന് വേണ്ടി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തപ്പെടുന്ന നായ, അല്ലെങ്കിൽ വാറും നാഫിയുമല്ലാത്ത നായ, പല പ്രബലമായ അഭിപ്രായമനുസരിച്ച് അതിൻ്റെ ജീവൻ പോലും സംരക്ഷിക്കാൻ തൊട്ടാൽ 7 വട്ടം കടികാൻ കൽപ്പിക്കപ്പെട്ട ജീവിയല്ലേ നായ. പക്ഷെ ആ നായയുടെ ജീവൻ വരെ സംരക്ഷിക്കാൻ മനുഷ്യർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾക്കറിയാമല്ലോ, സഹീഹുൽ ബുഖാരി നിവേദനം ചെയ്ത ഹദീഥാണല്ലോ, ഒരു സ്വഹാബി നായ ദാഹിച്ച് അവശയായി നിൽക്കുന്ന കണ്ടപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കി തൻ്റെ ഷൂല് ഖുഫയിൽ ഒഴിച്ച് നായയുടെ വെള്ളത്തിലൊഴിച്ചത് കണ്ടപ്പോൾ സ്വഹാബാക്കൾ ചിലർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതിപ്പെട്ടു, അല്ലയോ യാ റസൂലല്ലാഹ്, അദ്ദേഹം നായക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തവനാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഖദ് ഗഫറല്ലാഹു ലഹു, ആ ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹു തആല എല്ലാ ദോഷവും പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ചിലർ പറഞ്ഞത് എന്താണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായില്ലേ? അയിന്ന ലനാ ഫിൽ ബഹായിമി ലഅജ്റാ, തിരുദൂതരെ, ബഹായിമിനെ സംരക്ഷിച്ചാൽ, മനുഷ്യേതര ജീവജാലങ്ങളെ സംരക്ഷിച്ചാൽ പുണ്യമുണ്ട് എന്നാണോ തങ്ങൾ പറയുന്നത് എന്ന് അവർ ഒന്ന് വ്യക്തമായി ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്നുകൂടി വിശദമായി ബല എന്ന് പറയാതെ അലാ ഫീ കുല്ലി കബിദിൻ വത്ബാ ലഅജ്റാ, പച്ച ഹൃദയമുള്ള എന്താവട്ടെ, നാട് മാട് ഒട്ടകം എന്നല്ല, പൂച്ച കോഴി എന്നല്ല, നായ എന്നല്ല, ലോകത്തൊരു ജീവനുള്ള ഏതൊരു വസ്തുവിനെയും പച്ച ഹൃദയമുള്ള ജീവൻ തുടിപ്പുള്ള ഏതിനെയും സംരക്ഷിച്ചാൽ വലിയ പുണ്യം നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സ്വഹീഹുൽ ബുഖാരി നിവേദനം ചെയ്യുന്നത്. ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിടത്തിയതിൻ്റെ പേരിൽ നരകത്തിൽ കിടന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇത്ര വ്യക്തമായ തെളിവുകൾ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവനാണെങ്കിൽ, അത് നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ, ഏറ്റവും വേണ്ടപ്പെട്ടവരാണെങ്കിൽ എത്രയാണോ അതിനുള്ള പുണ്യം, എത്രയെന്ന് പറയാൻ കഴിയില്ല. പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതോ, ഒരു ജീവൻ സംരക്ഷിക്കുന്നതാ, ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നതാണോ, ഏതാണ് മഹത്വം? തുഹ്ഫ 3-ാം ജുസ് അവസാനത്തിൽ ഫർഖുൻ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞതായി കാണാം. ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നതാണോ, എല്ലാ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതാണോ അഫ്ളൽ? റമളാൻ അവസാനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ് ഒരാൾ, അപ്പോഴാണ് തൻ്റെ ബന്ധത്തിലോ കുടുംബത്തിലോ പെട്ട ഒരാൾ രോഗബാധിതരാണ്. അപ്പോൾ അവരെ പോകുകയാണോ വേണ്ടത്, എല്ലാ പള്ളിയിലും ഇഅ്തികാഫിരിക്കുകയാണോ വേണ്ടത്? അവിടെ തുഹ്ഫ വളരെ വ്യക്തമായി ഇഅ്തികാഫിൻ്റെ ബാബിൻ്റെ അവസാനത്തിൽ പറഞ്ഞതായി കാണാം. രോഗികളെ ശുശ്രൂഷിക്കലാണ്, രണ്ടും സമമാണ്. അത് അന്യ ആളുകൾ, അത് അടുത്ത കുടുംബങ്ങളാണെങ്കിൽ അത് ഇഅ്തികാഫിനേക്കാൾ കൂടുതൽ പുണ്യം ആ രോഗിക്ക് അവരെ അടുത്ത കുടുംബങ്ങളെ സംരക്ഷിക്കൽ അഖ്റബുൽ അഖാരിബാണെങ്കിൽ ഒന്നുകൂടി ഏറ്റവും വലിയ പുണ്യം ഉള്ളതാണ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഇൻഷാ അല്ലാഹ് ഈ സംരംഭങ്ങളൊക്കെ മഅദിൻ ഇത്രയും സാമ്പത്തിക പ്രയാസങ്ങളും വിഷമങ്ങളും അഭിമുഖീകരിക്കുന്ന സമയത്തും ഇതിന് ചെയ്യുന്നത് അൽഹംദുലില്ലാഹ് മഅദിൻ ഉസ്താദുമാർ ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന രൂപത്തിൽ അവരവർ പലതും എത്തിച്ചു. അല്ലാഹു തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.